ബെർലിൻ, എസ്സൻ, ലിപ്സിഗ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലടക്കം രാജ്യവ്യാപകമായി നടന്ന റാലികളിൽ പതിനായിരക്കണക്കിന് സിറിയൻ അഭയാർത്ഥികൾ പങ്കെടുക്കുകയും സമരക്കാർ ജർമ്മൻ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്ന ക്രിസ്തുമസ് മാർക്കറ്റുകൾ തടസ്സപ്പെടുത്തിയതും വ്യാപകമായി വിമർശനത്തിന് വഴിവെച്ചു. ബെർലിനിലെ തകർന്ന നിയമവ്യവസ്ഥയുടെ പരാജയങ്ങളാണ് ഈ രംഗങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് വിമർശകർ പറയുന്നു. സിറിയയുടെ മുൻ പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെയും പഴയ സിറിയൻ സർക്കാരിന്റെയും പതനത്തിന്റെ 1-ാം വാർഷികം ആഘോഷിക്കാനെന്ന പേരിലാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ജർമ്മനിയിലുടനീളം റാലികൾ സംഘടിപ്പിച്ചത്. റാലികൾ നടത്തിയതിന് തൊട്ടുപിന്നാലെ എസ്സനിലെ പ്രധാന ട്രാൻസിസ്റ്റ് സ്റ്റേഷനിൽ ഒരു കത്തിക്കുത്ത് ആക്രമണവും റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റതായി പോലീസ് അറിയിച്ചു. ജർമ്മനിയുടെ വലതുപക്ഷ പ്രതിപക്ഷ പാർട്ടിയായ AfD സംഭവത്തിൽ കുടിയേറ്റത്തിനെതിരെ സ്ഥിരമായ ഒരു യു-ടേൺ എടുക്കേണ്ട സമയമാണിതെന്ന് പറഞ്ഞ് കടുത്ത പ്രതിഷേധം അറിയിച്ചു. അവരെയെല്ലാം സിറിയയിലേക്ക് തിരിച്ചയക്കാൻ ഇതൊരു തികഞ്ഞ അവസരമാണെന്നാണ് ബെൽജിയൻ MP സാം വാൻ റോയ് എക്സിൽ കുറിച്ചത്. ബ്രിട്ടീഷ് വലതുപക്ഷ രാഷ്ട്രീയ നേതാവ് കൂടിയായ ടോമി റോബിൻസണും ഇതിനോട് പ്രതികരിച്ചു. ആസാദിനെ പുറത്താക്കിയതിന്റെ വാർഷികം ആഘോഷിക്കാൻ സിറിയക്കാർ ബെർലിനിലെ ക്രിസ്തുമസ് മാർക്കറ്റ് ഉപരോധിക്കുന്നു. അപ്പോൾ അവർക്ക് യൂറോപ്പിൽ തങ്ങാൻ ഒരു കാരണവുമില്ല എന്നും അവരെ തിരിച്ചയക്കുകയാണ് പോംവഴിയെന്നും ടോമി റോബിൻസൺ പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.